നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ദശവായുസ് ആക്ടിവേഷൻ, വായു അങ്ങനെയെന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഔട്ട്വേർഡായിട്ട് ചില ആളുകൾ വിചാരിക്കും വാതകം ഗ്യാസ് അല്ല. ആക്ച്വലി ഇത് ആസ്ട്രൽ ബോഡിയിൽ ഇരിക്കുന്ന ഒരു എനർജി സെഗ്മെൻറ്റ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രകൃതിയിൽ മഹാപ്രാണൻ, പരാശക്തി എനർജി മഹാപ്രാണൻ്റെ പേരിലിരിക്കുകയാണ്. ഈ എനർജി ഒരു ഫീറ്റസ് ഫെർട്ടിലൈസേഷൻ സമയത്ത്, ഒരു ഓവം ഒരു സ്പാം കണക്റ്റ് ആവുന്ന സമയത്ത് ഇത് ആ സെല്ലിൽ കയറും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പ്രകൃതിയിൽ ഇൻഫിനിറ്റായിരിക്കുന്ന മഹാപ്രാണൻ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്രാണനായി മാറി. ആ സെല്ലിൻ്റെ ആകുമ്പോൾ ഫിനിറ്റായി. അതിൻ്റെ ശേഷം അത് അത് കൊച്ചു ജനിച്ച് കംപ്ലീറ്റ് ജീവിതമൊക്കെ കഴിഞ്ഞ് അവർ ഈ ദേഹത്തെ വിട്ട് പോകുന്നത് വരെ പ്രാണ എനർജി ഇരിക്കും. അപ്പോൾ ജനനം സമയത്ത് അകത്ത് ആ സെല്ലിൽ കയറുന്ന എനർജി പല മാറ്റങ്ങളുണ്ടായി. അത് പിന്നെ ലാസ്റ്റ് അവർ ജീവൻ മാറുമ്പോൾ അതോട്ട് പിരിയും. അതിൻ്റെ പേര് ഡെത്ത്. അപ്പോൾ ഡെത്ത് എന്നൊന്നും ഇല്ല. ആക്ച്വലി ഫിസിക്കൽ ബോഡിയും ആസ്ട്രൽ ബോഡിയിൽ പിരിയുന്നതാണ് നമ്മൾ മരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഹിന്ദു മതത്തിൽ മരണമെന്നൊന്നുമില്ല. അമൃതസ്യ പുത്ര. ഈ ആസ്ട്രൽ ബോഡിക്ക് മരണമില്ല, അഴിവില്ല. ശരി, ഈ ആസ്ട്രൽ ബോഡിയിലുള്ള കോമ്പോണൻസാണ് ഈ ദശവായുക്കൾ. അപ്പോൾ ദശവായുക്കൾ എന്ന് വെച്ചാൽ സിദ്ധ മെഡിസിനിൽ ഇനിയും 5 വായുക്കൾ കൂടെ പറയുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് വായുക്കളാണ്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ പ്രകൃതിയിലിരിക്കുന്ന ആ എനർജി, വന്ന് അത് ദേഹത്തിൽ വന്ന ശേഷം ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ ഇരിക്കുന്നു. ആ ഒരു ഫ്രീക്വൻസി മാറുമ്പോൾ അതിൻ്റെ ഫങ്ഷനും മാറുന്നു. അതിന് ഇന്നർ കളറുമുണ്ട്. അപ്പം ഫങ്ഷൻ, കളർ ഇതൊക്കെ മാറുന്നത് കൊണ്ട് അതിനെ നമ്മൾ മെയിനായി 5 ക്ലാസ് ചെയ്യും. അതായത് പഞ്ചപ്രാണന്മാർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഫ്രീക്വൻസി ഡിഫറൻസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉദാഹരണന് ഹൈ ഫ്രീക്വൻസി എന്നുവെച്ചാൽ ആകാശം. അത് കണക്റ്റഡ് ടു വിശുദ്ധി ആകാശ എലമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് ഹൈ ഫ്രീക്വൻസി. ഇപ്പോൾ അതേമാതിരി ഈ ഉദാഹരണനുള്ള വായുവാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കാതിൽ കേൾക്കാനുള്ള പവർ. ഉദാഹരണത്തിൽ നിന്ന് 2 നാഡി ചാനൽ, അസ്ഥി അലംബുസ എന്നുള്ള നാഡി ചാനലാണ് കാതിൽ ചെന്ന് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത് കേൾക്കാനുള്ള പവർ പ്ലസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ടു എക്സ്പ്ലെയിൻ ബ്രീഫ്ലി, ചുമ്മാ ലെന്തായിട്ട് പറയാതെ കാര്യങ്ങളെ ചുരുക്കി പറയാനുള്ള കഴിവും. അത് കവിത എഴുതുന്ന ഒരു പവർ, റൈമിങ് എക്സ്പ്രഷനാണ് കവിത എന്ന് പറയുന്നത്. കവിത എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. അപ്പോൾ ഒരേ എക്സ്പ്രഷൻ നാച്ചുറലായി അത് പ്രോസ്, അത് ഒരു റൈമിങ് ഇതിൽ വരുമ്പോൾ അത് കവിതയായിട്ട് വരുന്നത്. ഇതൊക്കെ ഉദാഹരണൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്. ഉദാഹരണം ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറേജും കിട്ടും. അവിടെ നിന്ന് ഒരു എനർജി ചാനൽ അഡ്രീനലിൽ കണക്റ്റ് ആവുന്നു. അഡ്രീനൽ നല്ല ആക്റ്റീവായിരുന്നാൽ ഫിയർ ഒഴിവാകും, പേടി കുറയും, അന്നസറി ഫിയേഴ്സൊക്കെ കുറയും. ഇതൊക്കെ ഉദാഹരണൻ്റെ ഒരു പണിയാണ്. അപ്പോൾ അതേ ഇതിന് കൃഹരൻ, അതിൻ്റെ അസിസ്റ്റൻ്റാണ് കൃഹരൻ. അപ്പോൾ കൃഹരന് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സൗണ്ട് ബോക്സിൽ കണക്ഷൻ ആയിട്ടുണ്ട്. സൗണ്ട് ബോക്സിൽ ഒരു റീഡ് എന്ന് പറയും. ആ റീഡിൽ ഇത് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. സ്വീറ്റ് വോയിസ്. അതുപോലെ എന്തെന്ന് വെച്ചാൽ ഇത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. നമ്മൾ ആഹാരം ഇങ്ങനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് ഒவ்வொரு സ്റ്റേജിൽ എങ്ങനെയാണ്, സ്റ്റേജ് ബൈ സ്റ്റേജ്. ഉദാഹരണമായിട്ട് സ്റ്റൊമക്കിൽ 2.5 അവർ ഇരിക്കണം. പിന്നെ അടുത്ത സ്റ്റേജിൽ പോയി 2.5 അവർ. പിന്നെ അതിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോയി അത് കൂടുതൽ നേരം 16 to 24 അവേഴ്സ് വരെ ഇരിക്കുക. ഈ ടൈമിംഗ് കണക്കാക്കി ഒவ்வொரு സ്റ്റേജാ താഴോട്ട് തള്ളിവിടുന്ന ഒരു വായുവാണിത്. ഈ മൂവ്മെൻറ്റിൻ്റെ പേര് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ഈ ഗൃഹരൻ. ഇങ്ങനെയുള്ള
ഇത് വായുവിൻ്റെ ഫങ്ഷൻ. അടുത്തത് അനാഹതത്തിൽ കണക്റ്റായിരിക്കുന്നതാണ് പ്രാണവായു. ഈ പ്രാണനാണ് ഹാർട്ട്, ലങ്സ്, തൈമസ്, സ്പ്ലീൻ, ലിവർ ആൻഡ് പാങ്ക്രിയാസിക് എനർജി സപ്ലൈ ചെയ്യുന്നു. ഈ പ്രാണശക്തി ഇതാണ് ഇത് മെയിനായിട്ട് ലൈഫ് സേവിങ് ഒരു എനർജി. ഇത് വന്ന് ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പോൾ ഇത് ഇതെന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കണക്റ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ വന്ന് സ്കിന്നിൽ കണക്റ്റ് ആവുന്നു. ഒരു നാഡീ ചാനൽ, വരുണി നാഡീ ചാനൽ, സ്കിന്ന് അത് ത്വക്കിലുള്ള ഒരു ഫീലിംഗ് ഇത് കൺട്രോൾ ചെയ്യും. സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ പ്രാണൻ്റെ അകത്ത് ഒരു ഇന്നർ പ്രാണൻ ഇരിക്കുകയാണ്. അതിൻ്റെ പേര് അന്തർയാമി. അപ്പോൾ ഈ അന്തർയാമി കണക്ഷൻ ഒന്ന് എന്തെന്ന് വെച്ചാൽ ഹാർട്ട്, ലങ്സ് ഇതിന് മാത്രം ഒരു എനർജി സബ് കവറേജ് കൊടുക്കും. അതിൻ്റെ അകത്ത് പ്രപഞ്ചന എന്നൊരു വായു, അത് വന്ന് ഒൺലി ഹാർട്ടിന് എനർജി കൊടുക്കും. ഇങ്ങനെ 3 ടയർ പ്രൊട്ടക്ഷൻ വന്ന് ലൈഫ് സേവിങ് ഇത് ഹാർട്ട്, ലങ്സിനൊക്കെ ഇരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് സമാനം കണക്റ്റഡ് ടു മണിപൂരഹ. മണിപൂരഹ വന്ന് അഗ്നി സെൻറ്റർ. അഗ്നിക്ക് 2 ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ഹീറ്റ്, ഇന്നൊന്ന് ലൈറ്റ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഡൈജഷൻ, പലവിധ പിത്തങ്ങളെ അത് വന്ന് കൺട്രോൾ ചെയ്യും. സമാനൻ. അതുമാത്രമല്ല എല്ലാ വായുക്കളും സമാനം എന്ന് വെച്ചാൽ ഈക്വൽ, എല്ലാവരും ഈക്വലായിട്ട് ഒരു ഫങ്ഷൻ ചെയ്യണം, കോർഡിനേഷൻ ചെയ്യണം എന്നുള്ളത് സമാനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അസിസ്റ്റൻ്റ് വായു വന്ന് ഇത് കൂർമൻ എന്ന് വെച്ചാൽ അത് കണ്ണിന് എനർജി പോകുന്നത്. അപ്പോൾ കണ്ണിന് എനർജി പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിന് നാഡീച്ചാറൽ. കൂർമനിൽ നിന്ന് ഗാന്ധാരി ഇടത് കണ്ണ്, പുരുഷൻ വലത് കണ്ണ്, ഇങ്ങനെ 2 കണ്ണിന് എനർജി പോകുന്ന. ഇതുകൊണ്ട് എനർജി കണ്ണിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് വന്ന് ഇത് വ്യാനനിൽ കണക്റ്റ് ആയിരുന്ന 2 വായു. അതിൽ വന്ന് എന്തെന്ന് വെച്ചാൽ ദേവദത്തൻ. ഈ ദേവദത്തൻ എന്നുള്ള വായുവാണ് ആസ്ട്രൽ ബോഡി, ഫിസിക്കൽ ബോഡി രണ്ടേയും കണക്ട് ചെയ്യുന്നത്. ആസ്ട്രൽ ബോഡിയിലുള്ള എനർജി ഫ്ലോ കൺട്രോൾ ചെയ്ത് അതിന് നമ്മൾ യോഗയിലും ശരി, ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് ശരി, അതിനെ ദേഹത്ത് അനുഭവിക്കാൻ വയ്ക്കുന്നത് ഈ വായുവാണ്. അത് ദേവദത്തൻ. അടുത്തത് വന്ന് എന്തെന്ന് വെച്ചാൽ ധനഞ്ജയൻ എന്നുള്ള വായു. ധനഞ്ജയൻ എന്നുള്ള വായുവാണ് കുണ്ടലിനിയായിരിക്കുന്നതും കുണ്ടലിനി ഉണരാൻ അത് ഹെൽപ്പായിട്ടിരിക്കുന്നത് അതാണ്. ഇത് വന്ന് പിരിഞ്ഞാൽ മാത്രമേ ഉയിർ പിരിയും. അതുകൊണ്ട് യോഗികളും സിദ്ധர்களுം ഈ ധനഞ്ജയനെ കൺട്രോൾ ചെയ്ത് ദേഹത്തിൽ നിന്ന് പോവാതെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ടെക്നിക്ക് ഇരുന്നു. അവർ ഈ ലോകത്തോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ അതിനെ റിലീസ് ചെയ്ത് വിടും. അങ്ങനെ വന്ന് കൺട്രോൾ ധനഞ്ജയൻ. ധനഞ്ജയൻ കറക്റ്റ് പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇരുന്നാൽ ഒരു അസുഖവും വരില്ല. ഇത് പോയ ശേഷമാണ് ഡെഡ് ബോഡി വീങ്ങി അത് ബൾജായി വെടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വീങ്ങൽ വായു എന്നൊരു പേരുമുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് വായുക്കൾ ഇതുപോലെ വന്ന് ഗന്ധർപ്പൻ എന്നൊരു വായു, അത് മൂലാധാരത്ത് അപാനോട് കണക്റ്റായിരിക്കുന്ന വായുവാണ്. അത് വന്ന് സെക്ഷ്വൽ ഇറക്ഷൻ അതിനുള്ള കൺട്രോൾ ഇതിനെയൊക്കെ അത് ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇന്നും പല ലിബിഡോ എന്നുള്ള അസുഖങ്ങൾ കണക്കാക്കാം. അതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഇത് വായുക്കളുടെ ഫങ്ഷൻ. അപ്പോൾ ഇതൊക്കെ ഈ ആരോഗ്യത്തിന് മാത്രമല്ല, കുണ്ടലിനി റേസ് ആകാനും ഈ എനർജിയൊക്കെ ഫുൾ സ്ട്രെങ്തിലിരുന്നാലേ കുണ്ടലിനി റേസ് ആവും. ഇപ്പോൾ അപാനനും പ്രാണനും ഈക്വലായിരിക്കണം. അതേസമയം അപാനൻ ഈ കുണ്ടലിനി മുകളിലോട്ട് കൊണ്ടുപോകും, കുറച്ച് നേരം ടെമ്പററി അപ്വേർഡ് മൂവ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിലുള്ള കണ്ടീഷൻസ്. ഇതിനൊക്കെ ഈ ദശവായുസ് ആക്ടിവേഷൻ, മന്ത്രം, മുദ്ര ആക്ടിവേഷനൊക്കെ ചെയ്യുന്നത് ഞാൻ മാത്രം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വേറെ എവിടെയും തേടിയിട്ട് കാണുന്നില്ല. ഇതിനെ പഠിക്കണമെന്നുള്ള എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.